ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനുള്ള രോഹിത് ശർമ്മയെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന വനിതാ നേതാവായിട്ടുള്ള ഷമാ മുഹമ്മദിൻ്റെ ഒരു പോസ്റ്റ് വൈറലായിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് വൈറലായിട്ട് നാട്ടുകാർ മുഴുവൻ കമൻ്റ് ഇട്ട് തേച്ചൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്കാരി പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് മുങ്ങിയിട്ടുണ്ട്. സംഭവം ഈ മണ്ട പോയൊരു തെങ്ങാണ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്തൊരു ലീഡറാണ്. പുള്ളിക്കാരനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കോൺഗ്രസ് ലീഡറാണ് ഷമാ മുഹമ്മദ്. ഇവരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഷമാ മുഹമ്മദിൻ്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. വിമർശനങ്ങളും പാർട്ടി ഇടപെടലും. രോഹിത് ശർമ്മയ്ക്കെതിരായ പോസ്റ്റ് പിൻവലിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അവരുടെ പോസ്റ്റിലേക്ക് വരും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരായ അധിക്ഷേപ പോസ്റ്റ് പിൻവലിച്ച് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷമ പോസ്റ്റ് പിൻവലിച്ചത്. പരസ്യമായുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് പാർട്ടി പറഞ്ഞു. ഇതിനെ തുടർന്ന് ഷമ പോസ്റ്റ് പിൻവലിച്ച് കായിക താരത്തിന് ചേരാത്ത തരത്തിലുള്ള തടിയാണ് രോഹിത് ശർമ്മയെന്നും അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളെന്ന് ഷമ പറഞ്ഞു. എക്സ് പോസ്റ്റിലൂടെയായിരുന്നു ഷമയുടെ വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും ഷമാ മുഹമ്മദിനെ പിടിച്ച് തേച്ചൊട്ടിക്കുന്നുണ്ട്. ഇപ്പം ഇവർ സംഭവം എന്ന് വെച്ചാൽ ബോഡി ഷെയിം ചെയ്യാമെന്നൊക്കെ പറയും. ചുമ്മാ ഇരുന്ന് ഓരോന്നെങ്ങനെ എഴുതി വിടുകയാണ്. ഇതിനകത്തെ കാര്യം എന്താ വെച്ചാൽ ഷമാ മുഹമ്മദ് കുറേ നാളായിട്ട് കേരളത്തിൽ ചുറ്റുപാട് നടക്കുകയാണ്. ഇവർ ചാനൽ ചർച്ച വരാൻ നേരത്തെ ഞാൻ ഇവരുടെ ചാനൽ ചർച്ച ഇരുന്ന് കാണാറുണ്ട്. ഏതെങ്കിലും ഒരു വിവരക്കേട് ഇവർ പറഞ്ഞു വെക്കും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ഇവരെ പിടിച്ച് ശൂന്യാകാശത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്യും. ഈ അടുത്ത സമയത്ത് കോൺഗ്രസ് അടുത്ത കാലത്ത് വരുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസ് തോക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കിടയിൽ ഇവർ പറയുന്നത് ഏത് പട്ടിക്ക് ഒരു ദിവസം വരുന്നതൊക്കെ പറയുന്നുണ്ട്. ഇമ്മാതിരി ഡയലോഗ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കോൺഗ്രസ് നേതാവ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇവർ. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ ലീഡറിൻ്റെ ഒരു പ്രസ്താവന തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് ലോകത്ത് എവിടെയും കൂടെ പോകുന്ന ഒരു റോക്കറ്റ് തിരിച്ചു പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ നേരെ വിടുന്ന ഒരു പരിപാടിയാണ് ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്. പുള്ളിക്കാരൻ രാഹുൽ ഗാന്ധിക്ക് തന്നെ ട്രോള് പിടിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് ചുറ്റുപാട് നിൽക്കുന്ന നേതാക്കന്മാർ കൂടെ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് എല്ലാം കൂടെ വെച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് രോഹിത് ശർമ്മയൊക്കെ കളിയാക്കിയെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഫിറ്റില്ല അല്ലെങ്കിൽ കളി നോക്കുന്നു എന്നുള്ളതാണ് ഷമാ മുഹമ്മദ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു BJPയുടെ ലീഡർ പറയുന്നത് എങ്ങനെയാണ്, രാഹുലിൻ്റെ ക്യാപ്റ്റൻസിയിൽ 90 തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടവരാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി കുറ്റപ്പെടുന്നത്. ഷമാ മുഹമ്മദിൻ്റെ ബോഡി ഷെയ്മിങ് പരാമർശത്തിൽ മറുപടി നൽകി BJP എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. അതായത് BJPക്ക് എറിയാനുള്ള പന്ത് ഇങ്ങനെ കൊണ്ട് കൊടുക്കുക രാഹുൽ ഗാന്ധിക്കെതിരെ. ഈ BJPക്കാർ ആ പന്ത് അങ്ങോട്ട് മേടിച്ചിട്ട് ഒറ്റ കയറാണ് രാഹുൽ ഗാന്ധിക്ക്. ഇപ്പം കോൺഗ്രസ് നേതാക്കന്മാരുടെ മെയിൻ പരിപാടി ഇതുപോലുള്ള വിവരക്കേടുകൾ വിളിച്ചു പറയുക എന്നുള്ളതാണ്. ഇവർ ചാനൽ ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണെന്നുള്ളത്. ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, മണ്ട ഒരു തെങ്ങാണ്. ഈ ഫാമിലി ജനിച്ചുകൊണ്ട് നെഹ്റു ഫാമിലി, ഗാന്ധി ഫാമിലി ജനിച്ചതുകൊണ്ട് ഇവർ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടി, ഭാവി പ്രധാനമന്ത്രി പദവി കിട്ടി. ഇവർക്ക് കീഴിലൊക്കെ പോയിട്ടാണ് ഇവർ നേതാക്കന്മാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നിലവാരം നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇപ്പോൾ 90 തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി നിരന്തരം നിന്ന് പൊട്ടിപ്പോയെന്ന് പറയും. 90 തെരഞ്ഞെടുപ്പ് നിരന്തരം നിന്ന് പൊട്ടുന്ന ആൾക്ക് ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന് ബോഡി ഫിറ്റ്നസ് ഇല്ലെന്നൊക്കെ പറയുന്നത്. അതായത് 90 തെരഞ്ഞെടുപ്പ് ഓടി നടന്ന് തോറ്റുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. എവിടെയെങ്കിലും നിയമസഭ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിന് മുമ്പിൽ പോയിട്ട് കുറേ ഡയലോഗ് അടിക്കും, എന്തെങ്കിലും വിവാദം ഉണ്ടാക്കും, ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കും. ഇതാണ് രാഹുൽ ഗാന്ധി. പിന്നെ ഒരു അനിയത്തിയുണ്ട്, പിന്നെ ഒരു അമ്മയുണ്ട്, ഒരു പാർട്ടി കുടുംബമാണ്. ഈ പാർട്ടി കുടുംബത്തിന് മണി അടിച്ചിരിക്കുന്ന കുറേ നേതാക്കന്മാരും ചുമ്മാ ഒരു കാര്യമില്ലാത്ത ഒരു സംഭവം. 10 വർഷം മോദി ഭരിച്ചു. സാധാരണ ഇന്ത്യയിലൊക്കെ തുടർച്ചയായി ഭരിക്കുന്ന പാർട്ടിയൊക്കെ മറിച്ചിടാനുള്ള അവസരമാണ് അടുത്തൊരു ഇലക്ഷൻ വരാത്തത്. അതുപോലും ഉപയോഗിക്കാൻ അറിയാം. അതിൽ പൊട്ടനാട്ടം കാണുന്ന പോലെ അല്ലെങ്കിൽ പൊട്ടന് ലോട്ടറി അടിച്ച പോലെ 99 സീറ്റ് പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ലോകസഭയിൽ. എന്നിട്ട് ലോകസഭ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര തെരഞ്ഞെടുപ്പ് നടന്നെന്നറിയോ? മഹാരാഷ്ട്രയിൽ അടപടലം പൊട്ടി, ഹരിയാനയിൽ, ഇവിടെ എല്ലാം BJP ഭരിച്ചുകൊണ്ടിരുന്നിടമാണ്. അവിടെയൊക്കെ മറിച്ചിടാൻ സുഖമായിരുന്നു. ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അതിൻ്റെ ഒരു തരംഗമെങ്കിലും ഉണ്ടായെങ്കിൽ ഈ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒരു അധികാരം പിടിച്ചാൽ. ഇപ്പോൾ ഡൽഹിയിലും BJP അധികാരം പിടിച്ചു 10-30 വർഷത്തിന് ശേഷം. അവിടെ ആന മൊട്ടയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ് അവിടെ പോയി രാഹുൽ ഗാന്ധി ആ യമുന നദിയുടെ തീരത്തേക്ക് ഇരുന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. ജനങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല രാഹുൽ ഗാന്ധി. ഇവരുടെ പാർട്ടിയുടെ ആസ്ഥാന മന്ദിരം നിൽക്കുന്ന ഡൽഹിയിൽ ആന മൊട്ടയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക്. ഇതുപോലുള്ള കുറേ മണ്ടപോയ നേതാക്കന്മാരും പാർട്ടി കുടുംബ അടിമകളും കുറേ എല്ലാ ടീമും കൂടെ ചേർന്നിട്ടാണ് ഈ കോൺഗ്രസ്. ഈ ഷമാ മുഹമ്മദ് എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്ത് KPCC പ്രസിഡന്റ് പറയുന്നത് കേട്ടു, ഇവരേതാ പാർട്ടിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം ഈ നാഷണൽ ലെവലിൽ നോക്കാൻ നാഷണൽ നേതാവും സ്റ്റേറ്റ് ലെവലിൽ നോക്കാൻ സ്റ്റേറ്റ് നേതാവും എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ വെള്ളിമോഹൻ സിനിമയിലെ മാമച്ചൻ പറയുന്ന പോലെ 11 സംസ്ഥാന നേതാവ്, ഡൽഹിയിൽ ചെല്ലാൻ നേരത്ത് കേന്ദ്ര നേതാവ്. ഇതാണ്
ഈ ഷമാ മുഹമ്മദ് എന്ന് പറയുന്നത് ഇവർക്ക് കൃത്യമായ രീതിയിൽ മലയാളം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന എതിർ പാർട്ടിയുടെ ആൾക്കാർക്ക് തേച്ചൊട്ടിക്കാനുള്ള സാധനം ഇവരങ്ങ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഷമാ മുഹമ്മദ് ഒരു സമരത്തിൽ നിൽക്കുന്നുണ്ട്, അത് ഭയങ്കര വൈറലായിട്ടുണ്ട്, ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജലബിയിലേക്ക് പ്രയോഗിക്കാൻ പോലീസ് നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇങ്ങോട്ട് അല്ലെ CA സിനിമയ്ക്കകത്ത് ദുൽഖർ സൽമാൻ വരുന്ന വെള്ളം അടിയെന്ന് പറഞ്ഞിട്ട് ചെല്ലുന്നുണ്ട്, അവർ വെള്ളം ഓഫാക്കി വിടുന്നുണ്ട്. അപ്പം അങ്ങനെ നാണം കെട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കാര്യമാണോ സ്വന്തം പാർട്ടി വോട്ടിക്കുമ്പോൾ പറയും ഏത് പട്ടിക്ക് ഒരു ദിവസം വരുന്നു, ഇങ്ങനെയൊക്കെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് പറയുക. എന്തായാലും ഷമാ മുഹമ്മദ് ഒരു കോമഡി പീസാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, മണ്ടപോയ പാർട്ടിയുടെ നേതാവിന് രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ഒരു നേതാവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.